ഞങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങൾ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അവധി അപേക്ഷ സോഫാർ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നലെയാണ് ഗവൺമെൻറ് ശുപാർശ ചെയ്തത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഗവർണർക്ക് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഇതുവരെ അങ്ങനെ ഒരു അവധി അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ റിപ്പോർട്ട് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അല്ല, ജനപ്രതിനിധികൾക്ക് നേരെ അജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ എനിക്ക് നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ജനങ്ങൾക്കുണ്ട്. എന്തെങ്കിലും ഞാൻ തെറ്റായ കാര്യം ചെയ്തോ ഇനി ഇല്ലയോ. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ഞാൻ. അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്രീതി തോന്നുന്നു. അപ്പോൾ അവർ എന്നെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരിടപെടുന്ന അതേ രീതിയിൽ തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങൾ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അപ്പോൾ ജനത്തിൻ്റെ അതേ റെസ്പോൺസ് തിരിച്ച് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് കുറച്ചുകൂടി മെച്യൂരിറ്റി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ കാണിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലക്കാണ്ട് പോടന്ന് വലിയ ഒരു മര്യാദയുടെ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ മര്യാദക്കാരൻ കുറച്ച് അടിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ചിലക്കാണ്ട് പോടോ, വാ മൂടി, ഷട്ടപ്പ് ഷട്ടപ്പ് ഷട്ടപ്പ്. സ്പീക്കർ എൻ ഷംസീറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വലിയൊരു മര്യാദരാമൻ വന്നിരിക്കുക. മര്യാദരാമൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മര്യാദരാമന്റെ മര്യാദകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കെ എം മാണി സാറ് നിയമസഭയില് ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഈ ചെന്നായ കൂട്ടങ്ങൾ, ഈ തെമ്മാടി കൂട്ടങ്ങളാണ് നിയമസഭ എന്ന് പറയുന്ന ഒരു പൊതുമുതൽ നശിപ്പിച്ച് സ്പീക്കറുടെ ഡയസിലധികം കയറി അവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളും അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളും അവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികളും ഒക്കെ തച്ചുടച്ചത് ഈ പറയുന്ന വ്യക്തി അടങ്ങുന്ന തെമ്മാടിക്കൂട്ടങ്ങളാണ്. എന്നിട്ടിപ്പോ അയാൾ വന്നിട്ട് മര്യാദ പഠിപ്പിക്കുകയാണ്. ചിലക്കാണ്ട് പോടോ അവിടുന്ന്. ഇതാണോടോ മര്യാദ? നിങ്ങളൊക്കെ കാണിച്ചതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടതും കേട്ടതുമാണ്. ഇപ്പോ ഈ വ്യക്തി സംസാരിച്ചത് ഇന്നലെ ഷാഫി പറമ്പിൽ MPA വടകരയിൽ DYFIയുടെ പ്രവർത്തകർ DYFIയുടെ കളസവും പിടിച്ചു കൊണ്ടുവന്ന് ഈ ഷാഫി പറമ്പിലിന്റെ വാഹനത്തിന് മുന്നിൽ ചാടിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുകയും ഷാഫി പറമ്പിലിനെ അസഭ്യവർഷം നടത്തുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തതിൽ ഷാഫി പറമ്പിൽ തിരിച്ചിറങ്ങി പ്രതിഷേധിച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചു. അതിനെയാണ് ഈ വിദ്വാൻ ഇങ്ങനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ വിദ്വാന്റെ മര്യാദ നിങ്ങളെല്ലാവരും ഈ കെ എം മാണി എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ നിങ്ങളെല്ലാവരും കണ്ടതാ. കേരള നിയമസഭ തച്ചുടച്ച വിദ്വാൻമാരാണ് ഈ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു ഇവരൊക്കെ അന്ന്. ഇവരാണ് അന്ന് കേരള നിയമസഭ പൊതുമുതൽ നശിപ്പിച്ച വ്യക്തികൾ ഇവരാണ്. എന്നിട്ട് ഷാഫി പറമ്പിലിനെ മര്യാദ പഠിപ്പിക്കുന്നത്. ചിലക്കാതെ പോടോ അവിടുന്ന്. ഇങ്ങനെ ചിലക്കാൻ അടിമകളായിട്ടിരിക്കാൻ നിങ്ങളുണ്ടാവുമായിരിക്കും, ഞങ്ങളെ കിട്ടില്ല. പിണറായി വിജയന്റെ കാല് നക്കാൻ എൻ ഷംസീർ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇവിടുത്തെ പൊതുജനത്തിന് അങ്ങനെ കിട്ടുമെന്ന് എൻ ഷംസീർ കരുതണ്ട. പിന്നെ എൻ ഷംസീറിന്റെ വാദം ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്, അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തവർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഷംസീറെ, നിങ്ങള് DYFIക്കാര് വടകരയില് ശൈലജ ടീച്ചർക്കാണോ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനാണോ വോട്ട് ചെയ്തത്? DYFIക്കാർ എന്താണെങ്കിലും ശൈലജ ടീച്ചർക്കാണല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശൈലജ ടീച്ചർ എന്തായാലും ഇലക്റ്റഡ് അല്ല, തോറ്റ ആളാണ്. ഷാഫി പറമ്പിൽ എന്തായാലും DYFIക്കാർ വടകരയിൽ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ പ്രതിഷേധിക്കാൻ വന്നത് നിങ്ങൾ വോട്ട് ചെയ്ത ആളുകളല്ല. നിങ്ങൾ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകളല്ല. അവിടെ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്തവര് ഇന്നലെ ഷാഫി പറമ്പിലിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് 10,000. എവിടെ? പേരാമ്പ്രയിൽ. അത് എൻ ഷംസീർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ആ പ്രവർത്തകര് ഷാഫി പറമ്പിലിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. അപ്പോ നിങ്ങൾ ഈ മര്യാദ പഠിപ്പിക്കലും നിങ്ങളെ ഈ മര്യാദ രാമനാവലും ഈ അടിമത്തപ്പണി അവസാനിപ്പിക്കുന്നു. അടിമയായിട്ട് എത്ര കാലം ജീവിക്കും എൻ ഷംസീർ?
അടിമയായിട്ട് ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമായിരിക്കും. ബട്ട് നിങ്ങൾ അടിമയാണെന്ന് കരുതിയിട്ട് ഇവിടുത്തെ പൊതുജനം അടിമയാവണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അത് ശരിയല്ല. അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ അടിമയാവണം എന്നുള്ളത്. പൊതുജനത്തിനോട് അടിമയാവണമെന്ന് പറയാനുള്ള യാതൊരുവിധ അധികാരവും എ എൻ ഷംസീറിനില്ല. അങ്ങനെ ഞങ്ങളുടെ ആരുടെയും അവകാശവാദം അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയും തന്തയാവാൻ എ എൻ ഷംസീറിനെയും പിണറായി വിജയനെയും ഞങ്ങളാരും ഏൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ എ എൻ ഷംസീർ വീട്ടിലുള്ളവരോട് പോയിട്ട് അടിമയാവ് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളോട് ഈ അടിമ ആവണമെന്നുള്ള ആവശ്യവുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. മനസ്സിലായില്ലേ? പിന്നെ എ എൻ ഷംസീറെ, ഈ ഷംസീറിൻ്റെയും ഈ ശിവൻകുട്ടിയുടെയും നിങ്ങളുടെ കെ ടി ജലീലിൻ്റെയും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും മര്യാദയും നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങളുടെ മാന്യതയും ഒക്കെ ഞങ്ങൾ കണ്ടതാ. ഞങ്ങൾ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിങ്ങളുടെ മര്യാദയും നിങ്ങളുടെ മാന്യതയും എന്താണ് എന്നുള്ളത്, അതും പൊതുമുതൽ നശിപ്പിച്ചു കൊണ്ടുള്ള നിങ്ങളുടെ മര്യാദ, അത് ഞങ്ങൾ കണ്ടതാ. അത് നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ കേസ് എഴുതി തള്ളുമായിരിക്കും. ബട്ട് നിങ്ങളുടെ മര്യാദ അത് ഞങ്ങൾ അളന്നു കഴിഞ്ഞതാ. നിങ്ങൾ കൂടുതൽ മര്യാദരാമനായിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഷംസീർ. അതുകൊണ്ട് സഖാക്കളുടെ മര്യാദ പഠിപ്പിക്കൽ ഇങ്ങോട്ട് വേണ്ട. അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിക്കുക. അടിമകളാക്കുന്നെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരെ അടിമകളാക്കുക. പൊതുജനത്തിനോട് ഇത്തരത്തിലുള്ള ആ ഒരു അധ്യാപനം അത് ഞങ്ങൾക്ക് വേണ്ട ഷംസീറെ. ഞങ്ങൾ അത് ഒരുപാട് കണ്ടതാണ്. നിങ്ങൾ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം മര്യാദക്കാരാണ്, എത്രത്തോളം മാന്യന്മാരാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. പിന്നെ ഷാഫി പറമ്പിൽ ഇങ്ങോട്ട് തെറി വിളിച്ചപ്പോ അതിനങ്ങോട്ട് പ്രതികരിക്കും. ഇത് ഗാന്ധിയുടെ കാലമൊന്നുമല്ല. ഒരു ചെകിട തടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ചെകിട കൂടി കാണിച്ചു കൊടുക്കാൻ ഗാന്ധിയുടെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഈ കർണത്തടി കിട്ടുമ്പോൾ മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്ന ഏർപ്പാട് അതിനിയില്ല. തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടും നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള നട്ടലുള്ള ആളുകളായിട്ട് തന്നെയാണ്, അടിമകളായിട്ടല്ല ഞങ്ങളാരും വളരുന്നതും ഞങ്ങളാരും ജീവിക്കുന്നതും. പിന്നെ ഈ മര്യാദ, ജനപ്രതിനിധികളുടെ മര്യാദ, അത് താങ്കൾ എന്ത് ചെയ്യും? ഈ മര്യാദയുടെ ക്ലാസ് താങ്കളുടെ യജമാനൻ പിണറായി വിജയന് അങ്ങ് ക്ലിഫ് ഹൗസിൽ പോയിട്ട് ഒരു ക്ലാസ് എടുത്തു കൊടുക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തിയിരുന്നല്ലോ, നവകേരള യാത്ര. ആ നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത നിങ്ങൾ നടത്തിയ ആ യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ആ യാത്രയിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാ പ്രതിഷേധക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന്. പിണറായി വിജയന്റെ ഗുണ്ടകൾ അന്ന് നടത്തിയ അതിക്രമങ്ങൾ നിങ്ങളാരും കണ്ടിട്ടില്ലേ ഷംസീറെ? അതോ ഷംസീർ അന്ന് ഫുള്ള് ഉറക്കത്തിലായിരുന്നോ? കാരണം പിണറായി വിജയൻ യാത്ര നടത്തുമ്പോൾ നിയമസഭയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഷംസീർ വീട്ടില് കഞ്ഞിയും കുടിച്ച് ഉറക്കത്തിലായിരിക്കും. അതുകൊണ്ട് ഷംസീർ കണ്ടിട്ടില്ലാവരായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഷംസീറിന് വേണമെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഷംസീർ ഈ മര്യാദ പുരുഷോത്തമന്റെ അല്ലെങ്കിൽ മര്യാദ രാമന്റെ ഈ ക്ലാസ്സുകളൊക്കെ അങ്ങ് ക്ലിഫ് ഹൗസിൽ പോയിട്ട് പിണറായി വിജയനും അവിടെയുള്ള പിണറായി വിജയന്റെ ഗുണ്ടകൾക്കും ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക. എന്നിട്ട് അവരെ കുറച്ച് മര്യാദക്കാരാക്കിയിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കി വിടും. ഓക്കെ, അന്ന് പ്രതിഷേധിച്ചവരുടെ നെഞ്ചത്തേക്ക് നിങ്ങളുടെ പൈലറ്റ് വാഹനങ്ങളും എസ്കോർട്ട് വാഹനങ്ങളും ഉൾപ്പെടെ അവരുടെ പ്രതിഷേധക്കാരുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ നോക്കിയ വിദ്വാനാ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. ആ വിദ്വാനോട് പോയിട്ട് ആദ്യം എങ്ങനെ പെരുമാറണം എന്നുള്ള ക്ലാസ് എടുത്ത് ആ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് മതി ഷാഫി പറമ്പിലിനുള്ള ക്ലാസ്. മനസ്സിലായില്ലേ? അതിന് ഈ ഷംസീറൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളെല്ലാവരും പല പ്രസ്ഥാനങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുകയും അതിനെയൊക്കെ പിന്തുണക്കുകയും ചെയ്യുന്നവരാണെങ്കിലും ഞങ്ങളാരും ഇതിൻ്റെയൊന്നും അടിമകളല്ല. അത് നിങ്ങൾ സഖാക്കളുടെ ഏർപ്പാടാണ്. അന്തംഗമ്മി അടിമകൾ എന്ന് പറയുന്നത് നിങ്ങൾ സഖാക്കളാണ്. ആട്ടും കാട്ടം കാണിച്ചു തന്നിട്ട് ഇത് നല്ല ചോക്ലേറ്റ് ആണെന്ന് നിങ്ങൾ സഖാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അണികൾ നല്ല മധുരമുള്ള ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുമായിരിക്കും. അതിന് ഞങ്ങളെ അതിലേക്ക് കൂട്ടണ്ട. അതുകൊണ്ട് ഈ മര്യാദ രാമന്റെ ഈ പരിവേഷവും ഈ മര്യാദയുടെ ഈ ക്ലാസ്സും പാഠവും ഒക്കെ സഖാക്കളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി അതങ്ങ് പ്രചരിപ്പിച്ചാൽ മതി. ഇവിടുത്തെ പൊതുജനത്തിന് ഇത്തരത്തിൽ ഷംസീറിന്റെ മര്യാദയുടെ ക്ലാസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.